നമ്മളിവിടെ കുറേ അലോവേര കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ അലോവേരയാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും നമ്മളിനി നല്ല രീതിയിൽ വെള്ളത്തിൽ ഞാൻ ഇറക്കി വെച്ചേക്കാണ്. ഇതിനി ഫുള്ള് കറ പോയിട്ട് നന്നായിട്ട് ഇതിൻ്റെ മഞ്ഞ കളർ മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അതിൻ്റെ ആ ഫ്ലഷ് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ജ്യൂസ് എടുത്തിട്ടാണ് നമ്മളത് എല്ലാ സോപ്പിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ ചെയ്യാനുണ്ട്. ഒരു 5 കിലോയോളം സോപ്പ് ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പം പല പല വീഡിയോ ആയിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര. ആയിട്ടുള്ള അലോവേരയുടെ ആ ഒരു ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ ഇത് വരുന്നത് ഇത് അതിൻ്റെ തോലോട് കൂടി ചേർന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി കളയുവാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നല്ല ഫ്രഷായിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അലോവേര എല്ലാം നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്ന് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് ജ്യൂസാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് മേക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പിൻ്റെ പൗഡർ എടുക്കണം കേട്ടോ. അപ്പോൾ 1 കിലോയ്ക്ക് വേണ്ട അളവാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതുപോലൊരു സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞൊരു കുറച്ചുകൂടി ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്നറിയുമോ, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കളറ്, അതായത് ഭയങ്കരമായിട്ട് ഡാർക്കായി പോവും. രക്തചന്ദനത്തിൻ്റെ കളറ് കൂടുതലായിപ്പോയി കഴിയുമ്പോഴത്തേന് ഡാർക്ക് ഇതായി പോവേ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് വൈറ്റമിനിൻ്റെ ഓയിൽ ഒഴിക്കണം കേട്ടോ. ഒരു 8-10 ഡ്രോപ്സ് ഒഴിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ഒരടപ്പ് ഒഴിക്കുന്നു. കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. നമുക്കങ്ങനെ ഇതേ കൂട്ടൊന്നുമില്ല കേട്ടോ. കുറവ് വേണം, കൂടുതൽ വേണം, അങ്ങനെയൊന്നുമില്ല. ഇതിൽ അർജൻറ്റ് കൂടുതലായിട്ട് ആവശ്യമുള്ളവരാണ് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. നമുക്ക് താല്പര്യമുള്ള പോലെ ഒഴിക്കാം. പിന്നെ ഒരുപാട് കൂടിപ്പോകരുത്. നമുക്കൊരു എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ, ആ ഒരു ഇതിൽ തന്നെ കൊടുത്തേച്ചാൽ മതി. അപ്പം ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ ഡയറക്റ്റ് പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇത് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കറ്റാർവാഴ ജെല്ല് സെപ്പറേറ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ പൊടിക്കകത്ത് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ പൊടി കട്ട പിടിക്കും. അതിനൊരു ഒരു കൊഴുപ്പ് പോലത്തെ ഒരു ഇതുള്ളത് കൊണ്ട് അതിലേക്ക് ഈ പൊടി കട്ട പിടിച്ചിട്ട് നമുക്കത് യോജിപ്പിച്ച് സെറ്റാക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പൊടി ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് പൗഡറിൽ ചെയ്യുമ്പോൾ. അപ്പം ഇത് നമുക്ക് പൗഡർ ആയതുകൊണ്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട്, അതായത് നല്ല രീതിയിൽ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ സോപ്പിനധികം കേടുപാടൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാവുന്ന ഒരേ ഒരു സാധനമാണ് സോഡിയം ബെൻസോണേറ്റ്. നിങ്ങൾക്ക് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഈ സോഡിയം ബെൻസോണേറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫുഡിനൊക്കെ ചേർക്കുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ നമ്മുടെ അച്ചാറുകളൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, കടയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സാധനം. അത് നമുക്ക് വലിയ കെമിക്കലല്ല. നമുക്ക് ഉള്ളി കഴിക്കുന്ന സാധനം നമുക്ക് പുറത്ത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനത് നോർമലി ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസുകളിലൊക്കെ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അത് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്യുക. അപ്പോൾ സോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടാകത്തില്ല. തന്നെയല്ല, ഉള്ളി കഴിക്കുന്ന സാധനമായിട്ട് നമുക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് പുറത്ത്, അതായത് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ട് സാധനം വെക്കാം, അത് കേടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതേ കൂട്ടോടെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റായിട്ട് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബേസ് എടുത്തുകൊണ്ട് വരാണ് കേട്ടോ. ബേസ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന രക്തചന്ദനത്തിൻ്റെ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിത് സ്ക്രീൻ വലിയ വൈഡ് ആക്കാത്തതെന്നു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ ഭയങ്കര വലുതാക്കി കാണിക്കാത്തത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഇത് ആഡ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു ഇത് മിക്സിങ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ജ്യൂസസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ അപ്പോൾ ഉപയോഗിച്ച് പോകാനുള്ള സോപ്പുകളാണെങ്കിൽ, ഒത്തിരി നാൾ വെക്കേണ്ടാത്ത സോപ്പുകളാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കച്ചവടമുള്ള അല്ലെങ്കിൽ ഓർഡറുള്ള സോപ്പുകളാണെങ്കിൽ അധികം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. അതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇതിന് വലിയ പ്രോബ്ലം ഒന്നും ഉള്ള ഒരു ഇതേ കൂട്ടല്ല. അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ ഇത് സെറ്റായിരിക്കുവാണ്. സെറ്റായി കിട്ടി. അപ്പം 1 കിലോ ബേസാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 10-12 അടുത്ത് നമ്മൾ പൗഡർ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാത്തിനും അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ സ്മെല്ലാണ് ചേർക്കുന്നത്.
അപ്പോൾ സ്മെല്ല് നമ്മൾ അളന്നെടുക്കണം. ഞാനിങ്ങനെ പിള്ളേരുടെ ഒരു മരുന്നിൻ്റെ ഡെപ്പിക്കകത്താണ് നമ്മൾ സ്മെല്ല് അളന്നത്. ഇത് 10 മില്ലിയുടെ ഒരു അടപ്പാണ് കേട്ടോ. അപ്പം ഇത് 1 കിലോ ബേസ് ആയതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ 10 മില്ലി അല്ല ചേർക്കുന്നത്, കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്നത് 20 മില്ലിയാണ് 1 കിലോ ബേസിലേക്ക് ഞാൻ ചേർക്കുന്ന സ്മെല്ല്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ല് വേണം. പിന്നെ തന്നെയല്ല, നമ്മളോട് ചോദിക്കുന്നവർക്കും സ്മെല്ല് ആവശ്യമുള്ളവരാണ്, ഈ കൂടുതൽ സ്മെല്ല് വേണ്ടവരാണ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നവർ, നമ്മളോട് പറയുന്നത് സ്മെല്ല് കൂടുതൽ വേണമെന്ന് കേട്ടോ. അപ്പം നമ്മൾ 20 മില്ലി അടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്താ സ്മെല്ല് ഒഴിച്ചപ്പോഴത്തേന് പെട്ടെന്ന് കട്ടയാവുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് അധികം നേരം ഇത് ബേസിങ്ങിന് എടുത്ത് ഒരുക്കിയ ശേഷം പുറത്ത് വെക്കുന്നത് അത് സെറ്റാവും പെട്ടെന്ന്. അപ്പോൾ അത്രയും ഓരോ ക്വാളിറ്റിയാണ്, ഓരോ ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് കേട്ടോ അത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലൂടെ ആഡ് ചെയ്യണം. സോഡിയം ബെൻസോണേറ്റിൻ്റെ പൗഡർ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു എങ്ങനെ പോയാലും ഒരു 600 ഗ്രാമോളം നമുക്ക് ജ്യൂസുണ്ട്. അപ്പം ഞാൻ ഒന്നിച്ചാണ് ചേർത്ത് വെക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് കേടായി പോകും പെട്ടെന്ന്. ഫ്രിഡ്ജിൽ വെച്ചാലും അത്യാവശ്യം പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അത് കേടാവാതിരിക്കാനായിട്ട് ഞാൻ സോഡിയം ബെൻസോണേറ്റിൻ്റെ പൗഡർ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരും തന്നെ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ നോർമലി ഇങ്ങനെയാണ് ഫ്രഷ് ജ്യൂസുകൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് കെമിക്കലൊന്നും പറയാനും പറ്റില്ല, നമുക്ക് ദോഷകരമായിട്ട് ഭാവിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ നല്ല രീതിയിൽ സോഡിയം ബെൻസോണേറ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് നമുക്കത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേടാകാതെ ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി നമുക്കിത് ധൈര്യമായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അലോവേര ഒത്തിരി കിട്ടുവാണെങ്കിൽ നമുക്ക് ജെല്ലാക്കി വെക്കാം. അപ്പം ഇതൊരു 2-3 സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു വല്ലാത്ത കൺസിസ്റ്റൻസി ഇരിക്കുന്നുണ്ട്, ഇത് ഒഴിക്കാൻ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ ഒരു 4 മില്ലി അടുത്ത് ഞാൻ ഇത് കറ്റാർവാഴയുടെ ജെല്ലൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും മതി. നമ്മുടെ സാധനങ്ങൾ മൊത്തം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാനൊരു ശകലം കോക്കനട്ട് ഓയിൽ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഓയിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് ഓയിൽ ചേർക്കുന്നത്. നമ്മൾ ഒരു 3-4 ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരുവിധ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം പെട്ടെന്ന് മെൽറ്റ് ആവുന്ന, അല്ല പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു ബേസാണ്. അപ്പോൾ പടപടയും നമ്മൾ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇനി നമ്മളിത് ഒട്ടും താമസിക്കാതെ മോൾഡിലേക്ക് മാറ്റുവാണേ. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ല പക്ക ഒറിജിനൽ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പാണ് ഈ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. 100ൻ്റെ മോൾഡുകളിലേക്കാണ് ഞാനിത് പകരുന്നത് കേട്ടോ. കുറവിൻ്റെ ഒരു പ്രശ്നം എനിക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ ഇടയ്ക്ക് ഇത് കാണുന്നത്. പാത്രമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വീഡിയോയ്ക്കകത്ത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറവുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അടുത്തത് മിച്ചം വന്നത് ഞാനിവിടെ ഒരു ഇതിലേക്ക് ഒഴിച്ചു വെക്കുവാണ് കേട്ടോ. ശരിക്കും നമുക്ക് 10 ഇത് കിട്ടും, 10 സോപ്പ് കിട്ടേണ്ടതാണ് കേട്ടോ. പക്ഷെ എനിക്കിത് ചെറിയ കുറവ്, ഞാൻ ക്വാണ്ടിറ്റി എടുത്തതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് 10 സോപ്പ് നമുക്ക് കിട്ടാത്തത്. 10 സോപ്പ് കിട്ടി, 10ാമത്തെ സോപ്പ് ഇച്ചിരി ചെറുതായിപ്പോയി എന്നുള്ളതാണ് വന്നത്. അതിന് വെച്ചാൽ 100 ഗ്രാമിൻ്റെ 10 കിട്ടിയിട്ടില്ല അങ്ങനെ. അപ്പം നമ്മൾ സോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ ഞാൻ ഏറ്റവും താമസിക്കാതെ തന്നെ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.